കൂട് കൂട്ടിയേക്കും കേട്ടോ. അതിനവിടെ സ്വസ്ഥമായിട്ടിരിക്കാണ്ട് നമ്മൾ കയ്യെ കാലം അനക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബഹളമാണ്. അപ്പം പുറത്ത് നല്ല മഞ്ഞായിരുന്നു കേട്ടോ കുറെ നേരത്തേന്. അപ്പൊ ഞാൻ അകത്തുള്ള കുറെ ജോലികളൊക്കെ ചെയ്തു. സാധാരണ മഞ്ഞാണെങ്കിൽ ഞാൻ ആ സമയത്ത് പുറത്തോടെ നടക്കുന്ന കേട്ടോ. ഇപ്പൊ നടപ്പാണ് ആദ്യത്തെ ഒരു മസിൽ റിലാക്സേഷന് വേണ്ടിയിട്ട് ഉള്ള എക്സസൈസ് എന്ന് പറയാം. ഇന്നതൊന്നും ചെയ്തില്ല കേട്ടോ. അകത്ത് വന്ന് വേഗം കുറെ ജോലികൾ, തുണിയൊക്കെ അലക്കാനിട്ട് കുറെ മടക്കിയൊക്കെ വെച്ച് അങ്ങനെ കുറെ ജോലികളൊക്കെ ചെയ്തു. എന്നിട്ട് ഇപ്പം ലാസ്റ്റ് ഞാൻ ആഭരണങ്ങളിൽ കുറച്ച് വീഡിയോസ് ഇട്ടില്ലേ, അപ്പൊ കുറെ ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ നെക്സ്റ്റ് ഡേ പാക്ക് ചെയ്തിട്ട് അയക്കാനുണ്ട്. അപ്പൊ അതില് പെട്ട ഇത് ഞാൻ കാണിച്ചിട്ടില്ല. അതേപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് കമ്മൽ എന്ന് പറയാം കേട്ടോ. അങ്ങനത്തെ ഒരു ഹാങ്ങിങ് കമ്മലാണ് ഇത്. ഇത് കണ്ടോ, ഇതുപോലെയുള്ള മിഡി ടോപ്പ്. ഇതിപ്പോ ജീൻസിന്റെ പാവാടെ അതുപോലെ ഒരു ടോപ്പ് ഞാൻ ഇട്ടേക്കണേ. അങ്ങനെ ഇങ്ങനെ മിഡി ടോപ്പിന്റെ കൂടെയൊക്കെ കുറച്ച് ഹാങ്ങിങ് കമ്മലുകൾ ഇടുവാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. മാലയും വേണമെങ്കിൽ നമുക്ക് ഇടാം ആ രീതിയിൽ. അപ്പം കുറെ കളക്ഷൻ ഞാൻ നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇനി അതിലേറെ കളക്ഷൻ കാണിക്കാൻ ഇരിപ്പുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ വാട്സപ്പിലേക്ക് ഫോട്ടോസ് എല്ലാത്തിന്റെ തന്നെ ഇട്ടിട്ടുണ്ട്. അതപ്പോ കയറി നോക്കിക്കോളൂ വാട്സപ്പ് കാറ്റലോഗിലേക്ക്. അങ്ങനെ ഇത് ഇഷ്ടപ്പെട്ടതൊക്കെ മേടിച്ചോളൂ കേട്ടോ. നല്ല ഭംഗിയാണ്. നമ്മൾ നന്നായിട്ട് ഒരുങ്ങുവാണെങ്കിൽ തന്നെ നമുക്കും ഒരു കോൺഫിഡൻസ്, കാണുന്നവർക്കും ഒരു തൃപ്തി, അങ്ങനെയല്ലേ. എപ്പോഴും നമുക്കൊരു മനസ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാൻ നമ്മൾ അത്യാവശ്യം നല്ല ഭയങ്കര വില കൂടിയ സ്വർണം ഡയമണ്ട് ഇടണമെന്നൊന്നും ഇല്ല. ഭംഗിയുള്ള ഒരു കമ്മലും മാലയും, ഒത്തിരി റേറ്റിന്റെയും വേണ്ട. അങ്ങനെ പിന്നെ നീറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇതൊക്കെ ഇട്ടാൽ തന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ്, കാണുന്നവർക്ക് ഒരു ഭംഗി തോന്നും നമ്മളെ. അതുപോലെ നമുക്ക് തന്നെ സെൽഫായിട്ട് മനസ്സിനൊരു സന്തോഷം തോന്നും. അതൊക്കെ തന്നെയാണ് സെൽഫ് കെയർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറെ ആഭരണങ്ങൾ നമ്മൾ സെയിലുണ്ട്. ഇന്ന് നമുക്ക് കുറച്ച് പാക്ക് ചെയ്യാനുണ്ട്. നേരത്തെ ഓർഡർ കിട്ടിയേക്കുന്നത്. ബാക്കി ഇന്നലെ കുറെ ഓർഡർ വന്നിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം ഞാൻ പാക്ക് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. രാവിലെ അശ്വമിച്ച് പോയി അത്യാവശ്യ ജോലികളൊക്കെ ചെയ്ത് തീർത്തു. ഇനി നമുക്ക് കൊറിയർ പാക്ക് ചെയ്യണം. അപ്പൊ ഞാൻ പുറത്ത് പോയിട്ട് നമ്മുടെ ചെടികളെല്ലാം ഒരു പാക്കിങ് ചെയ്തിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് ടേബിളിലേക്ക്. ഇനി നമുക്ക് ഓരോരുത്തരുടെ ലിസ്റ്റ് നോക്കിയിട്ട് നമുക്ക് വേഗം പാക്ക് ചെയ്യണം. എന്നിട്ട് കൊറിയറിൽ കൊണ്ട് കൊടുക്കണം. പിന്നെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. എന്നിട്ട് വേണം തിരിച്ചു പോരാൻ. അത്രയാണ് ഇനി അടുത്ത ഒരു പരിപാടി. അപ്പൊ എനിക്ക് രാവിലത്തെ നടത്തോ എക്സസൈസോ ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല. കാരണം അതിന്റെ പുറകെ പോയാൽ പിന്നെ ഇത് കുറെ ലേറ്റ് ആവും. അത് പറ്റില്ല. നമുക്ക് മാക്സിമം ഒരു 12 മണിക്ക് മുമ്പ് അവിടെ എത്തിക്കണം എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്യാം. എന്നിട്ട് വേഗം കൊണ്ടുപോകാം. അപ്പൊ ഞാൻ കാണിച്ചു തരാം കൂട്ടുകാരെ ഓരോരുത്തർ എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കുന്നത്. കുറച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാം, പിന്നെ നിർത്താം. എന്നിട്ട് നമുക്ക് വേഗം ഞാൻ പാക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ കൊണ്ടുപോകും കേട്ടോ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പറയുകയും ചെയ്യാം. അപ്പൊ വായു നമുക്ക് എന്തൊക്കെയാ പാക്ക് ചെയ്യാനുള്ളതെന്ന് നോക്കാം. ഇപ്പൊ ഈ ഒരു മാർച്ച് ഏപ്രിൽ മാസം മുതലൊക്കെ നല്ല തണുപ്പാണ്. രാവിലെ എണീക്കുമ്പോ കോടയും മഞ്ഞും ഉണ്ട് കേട്ടോ. ഇനി ഒരു ഏപ്രിൽ മാസം വരെ നിങ്ങൾ ഇതുപോലെ കോടയും മഞ്ഞും ഒക്കെ രാവിലെ ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ അങ്ങനെ കോട ഇറങ്ങാൻ തുടങ്ങും കേട്ടോ. അങ്ങനെയാണ്. അപ്പൊ ആ മഞ്ഞിന്റെ ഒരു തണുപ്പുണ്ട്. നല്ല രസമാണ് കേട്ടോ. അശ്വമിച്ച് പോകാൻ നേരത്തൊക്കെ ഇതിങ്ങനെ വന്ന് നോക്കി നിൽക്കും. നമുക്ക് പാവം തോന്നും, സങ്കടം തോന്നും കേട്ടോ. ഈ പൂച്ചക്കുഞ്ഞിന് ഭയങ്കര മിസ്സിംഗ് ആണ് അശ്വിന്റെ കളിക്കൂട്ടുകാരനാണ് ഇത് കേട്ടോ. അങ്ങനെ എല്ലാ ദിവസവും ഇവിടെ വന്ന് ഓടി വന്ന് പകല് മൊത്തം എന്നിട്ട് ഇനി വെപ്രാളാണ് അശ്വൻ വരാനായോ എന്ന്. അതിന് കറക്റ്റ് അറിയാട്ടോ. എത്ര ദൂരെ നിന്നാണ് ഈ ലക്ഷ്യന്റെ വണ്ടി വന്നു കഴിയുമ്പോഴത്തേക്ക്. വരുന്നതിന് മുമ്പേ ഇത് ഓടിപ്പോയി ജനലെ വൈകുന്നേരം പോയി തൂങ്ങി കിടക്കണാണെങ്കിലും എനിക്ക് മനസ്സിലാവും അശ്വിൻ എത്താനായിന്ന്. അങ്ങനെയാണ് അത്രയും ദൂരെ നിന്ന് അതിന് മനസ്സിലാവും. അന്നേരം ഓടി വന്നത് അങ്ങനെ കിടക്കും. പിന്നെ അശ്വൻ വന്ന് അതിനൊന്ന് എടുത്ത് നോമനിച്ച് അതിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കുമായിരിക്കും കേട്ടോ. കറക്റ്റ് ആയിട്ട് അതിന് അറിയാട്ടോ എങ്ങനെയാ എപ്പോഴാ വരുന്നത് എന്താന്നൊക്കെ. അങ്ങനെയാണ്. അപ്പൊ ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ അശ്വൻ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഇറങ്ങി ഒന്ന് ഗേറ്റ് ഒക്കെ അടച്ചിട്ട് വീണ്ടും ഡോഗ്സിനെ തുറന്നു വിട്ടിട്ട് ഞാൻ കുറച്ചു നേരം ഇപ്പൊ നടക്കും കേട്ടോ. കുറെ അങ്ങനെ മുറ്റം വലുതാണ് നമ്മുടെ. അപ്പൊ വീണ്ടും ചുറ്റും നമുക്ക് ഇതുപോലെ കോമ്പൗണ്ട് വാൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചുറ്റി നടക്കാം. കുറെ സ്ഥലമുണ്ട്. അപ്പൊ അങ്ങനെ നടക്കുമ്പോൾ അതൊരു എക്സസൈസിന്റെ ഗുണം ചെയ്യുകയും ചെയ്യും. കാലുവേദനയൊക്കെ കുറഞ്ഞു നിൽക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒത്തിരി നിന്ന് ജോലി ചെയ്യുന്നോണ്ടായിരിക്കാം കാലുവേദനയൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ അതൊക്കെ കുറയാൻ വേണ്ടി ഞാൻ അങ്ങനെ നടക്കാറുണ്ട്. ഇതാണ് കൂട്ടുകാരെ മരമുല്ല എന്ന് പറയണേ. നിറയെ കണ്ട മുട്ടുകൾ വിരിഞ്ഞേക്കുന്നുണ്ടോ, എന്തൊരു ഭംഗിയാന്ന് നോക്കിക്കേ. ഒരു ചെറിയ കുറ്റിച്ചെടി മുഴുവൻ മുല്ലപ്പൂ വിരിഞ്ഞ് നല്ല മണത്തോടു കൂടി നിന്ന് എങ്ങനെ ഉണ്ടാവും, അതാണിത്. അപ്പൊ ആവശ്യമുള്ളവരൊക്കെ മേടിച്ചോളൂ. നമ്മൾ സെയിൽ ചെയ്യുന്നതാണ് മരമുല്ല കേട്ടോ. 1 വർഷമായിട്ടുള്ളൂ ഞാനിത് ഇവിടെ നട്ടിട്ട്. ഇത്രയായിട്ടുണ്ട്. നിറയെ മുട്ട് കണ്ടോ. ഇതിന് പൂ വിരിഞ്ഞു കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറെ ദിവസം നിൽക്കും അതിന്റെ പൂവ്. നല്ല സ്മെല്ലും മുല്ലപ്പൂവിന്റെ അതേ നല്ല മണമായിട്ട്. അങ്ങനെയാണ് 3 ടൈപ്പ് മുല്ലകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. മരമുല്ലയുണ്ട്, മണിമുല്ലയുണ്ട്, നോർമൽ വള്ളിച്ചെടി പോലെ കയറി പോകുന്ന മുല്ലച്ചെടി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ആവശ്യമുള്ളവരൊക്കെ അങ്ങോട്ടേക്ക് പോരാട്ടോ. പിന്നെ കുറെ ചെടികൾ പെട്രി ആണെങ്കിലും റെങ്ങൂൺ ക്രീപ്പർ ആണെങ്കിലും കാറ്റ്സ്ക്ലോ ആണെങ്കിലും ഒക്കെ ഇപ്പൊ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മുറ്റത്ത് മുഴുവനും ഒരു പൂക്കളുടെ മണമാണ് രാവിലെ. എന്ത് രസമാണ്. ഒരു പൂപ്പന്തല മൊത്തം നമ്മൾ ഓടിന്റെ അങ്ങോട്ടേക്ക് കയറ്റി വിട്ടേക്കണേ. ഇതിപ്പോ ഒരു 2-3 മാസമായിട്ടുള്ളൂ. ഞാൻ ഇത് ഇവിടെ നട്ടിട്ടുള്ള കോഞ്ചിയാണ്. ഇത് വിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. പൂച്ചിട്ട് ചുമ്മാ നട്ടുപോക്കിയതാണ്. അത് പക്ഷെ അത്രയും വലുതായി അങ്ങ് പടർന്നു കയറി വിരിയുന്നുണ്ട്. അത് നിലത്താണ് നല്ലത്. നന്നായിട്ട് ഓടിന്റെ മുകളിലേക്കോ അല്ലെങ്കിൽ മരത്തിന്റെ മുകളിലേക്ക് കയറ്റി വിട്ടാൽ 1 ലക്ഷം പൂമ്പാറ്റകൾ ഒന്നിച്ച്
പറക്കുന്ന പോലെ കോഞ്ചി വിരിഞ്ഞു കഴിയുമ്പോൾ അതുപോലെയാണ്. ബോഗൺവില്ല പിന്നെ ഈ സമയത്താണ് നിറയെ ഉണ്ടായിക്കോളും. അങ്ങനെയാണ് കേട്ടോ. ഫുൾ അങ്ങനെ മഞ്ഞ കേട്ടോ. അപ്പൊ എനിക്ക് ഇതിൽ നടക്കാൻ കുറേ സ്ഥലമുണ്ട്. ഈ കാസ്ട്രോയും റംബൂൺ ക്രീപ്പറും വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു സ്മെല്ലും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് ഭയങ്കര ഭംഗിയുള്ള പെട്രിയ, നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു ചെടി തന്നെയാണ്. വയലറ്റ് എന്തോ ഒരു ഭംഗിയാണെന്നറിയോ, ഒരു രക്ഷയില്ല, നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ഇത് കണ്ടാലേ, അത്രയും ഭംഗിയുള്ളത്. ഇത് വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ മുതലേ എനിക്ക് ഭയങ്കര കൊതി ഇതുപോലത്തെ വയലറ്റ് ഒരു ഡ്രസ്സ് എടുക്കണമെന്ന്. നല്ല രസമല്ലേ. അങ്ങനെ ഇതൊരു തരം അരമുണ്ട് ഇതിന്. സാൻഡ് പേപ്പർ വൈന്നും ഇന്ന് പേരുണ്ട് കേട്ടോ. ഭയങ്കര നമ്മൾ ഈ ഭിത്തിയൊക്കെ വരയ്ക്കാൻ മേടിക്കുന്ന സാൻഡ് പേപ്പറിന്റെ അതേപോലത്തെ ഒരു ടെക്സ്ചർ ആണ് ഇതിന്റെ. നമ്മൾ കൈ തൊട്ടാൽ നമുക്ക് കൈ മുറിയോന്ന് തോന്നും അതുപോലെ. പക്ഷെ മുള്ളൊന്നും ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പക്ഷെ അതിന്റെ പൂരക്ഷയില്ല. വെള്ളയുണ്ട്, വയലറ്റും ഉണ്ട്. നമ്മുടെ അടുത്ത് വെള്ളയും വിരിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ വയലറ്റ് ആണ് സെയിലിനിട്ടേക്കുന്നത്. അതാ കൂടുതൽ ഭംഗിയായിട്ട് തോന്നണേ. ഇതിപ്പോ പൂച്ചട്ടി വെച്ചോണ്ടാട്ടോ. നിലത്തോട്ട് വെക്കുകയാണെങ്കിൽ നിറയെ ഉണ്ടാകും. ഭയങ്കരമായിട്ടുള്ള വള്ളിച്ചെടിയല്ല, എന്നാ വള്ളി പോലെ കയറിപ്പോയി ഒരു മരത്തിന്റെ മുകളിൽ വരെ അങ്ങനെ കിടക്കുകയും ചെയ്യും. പിന്നെ ബ്ലീഡിംഗ് ഹാർട്ട് ഉണ്ട്, കുറേ ചെടികൾ നമുക്കുണ്ട് കേട്ടോ. അങ്ങനെയാണ്. ഈ ഭാഗത്ത് ഞാനിപ്പോ പച്ചക്കറി നടാനുള്ള കുറച്ച് ശ്രമമാണ്. കുറച്ച് വെയിലുള്ള സ്ഥലത്തോടൊക്കെ പൂച്ചട്ടികളിൽ കുറച്ച് പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കോക്കോപ്പിറ്റ് ഒക്കെ മേടിച്ചിട്ട് നിറയ്ക്കുവാണ്. ഇനിയിപ്പോ ചാണകപ്പൊടി മേടിച്ചിട്ട് അതെല്ലാം എല്ലാ ചെടികൾക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് നമ്മൾ ചാണകപ്പൊടിയും മേടിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ രാവിലെ ഇങ്ങനെ ഇറങ്ങി മഞ്ഞൊക്കെ ആണെങ്കിൽ ഇതിൽ കുറച്ചു നേരം നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം. ബ്ലീഡിംഗ് ഹാർട്ട് ഒത്തിരി നട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാ കാലത്തും പൂവുണ്ടാവും. അത് കുറെ വള്ളി പോലെയും കയറി പോകും. അല്ല ഇങ്ങനെ പൂച്ചട്ടി നിൽക്കുവാണെങ്കിൽ ഇതുപോലെ നിറയെ ഉണ്ടാവും. പിന്നെ ഇപ്പൊ പുതിയതായിട്ട് എനിക്ക് ക്രൈസ് തോന്നിയേക്കുന്ന ഡാലിയാണ് കേട്ടോ. അത് പൂച്ചട്ടികളിലേക്ക് വെക്കാണ്. നിറയെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു 5 ഞാൻ അത് 4-5 ഒരു വലിയ ചട്ടിയിലേക്ക് മേടിച്ചു വെക്കും. അപ്പൊ അത് പല ടൈപ്പിൽ ഇങ്ങനെ പൂ വിരിഞ്ഞോളൂല്ലോ. അതാണ് ഇപ്പൊ ഒരു പുതിയ ക്രൈസ് കേട്ടോ. അങ്ങനെയൊക്കെ. ഈ ചീര എനിക്ക് ഭയങ്കര ഇഷ്ടം. അതും പുതിയതായിട്ട് മേടിച്ച് നട്ടു നോക്കിയതാണ്. ഇതൊക്കെ പിടിച്ചു കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ചെടികളും കൂടി മേടിക്കുന്ന പ്ലാൻ ഉണ്ട്. ഇതാണ് ഞാൻ പച്ചക്കറിയൊക്കെ നടാൻ വേണ്ടിയിട്ട് കുറച്ച് സെറ്റപ്പ് ഒക്കെ ചെയ്തു തുടങ്ങിയത്. അങ്ങനെ കുറെ വിത്തുകൾ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് നടണം. അങ്ങനെയാണ്. ഇത് നമ്മുടെ ഒരു ഇംഗ്ലീഷ് വൈനോ ഇംഗ്ലീഷ് ഐവറിന്നോ അങ്ങനെ എന്തോ പറയുന്ന ഒരിത്. അത് നല്ല രസമാണ്. ഇങ്ങോട്ട് കയറി പോയിട്ടുണ്ട്. എന്ത് രസമല്ലേ. ഇലച്ചെടികളാണെങ്കിലും അതിന്റെ ഒരു ഭംഗിയൊക്കെ അങ്ങനെയൊക്കെയാണ്. ബോഗൺവില്ല പിന്നെ എല്ലാ കാലത്തും നിറയെ ഉണ്ടായിക്കോളും. അടിപൊളിയാണ്. ഇത് മുഴുവൻ റംബൂൺ ക്രീപ്പർ ഞാൻ വെട്ടിക്കളഞ്ഞാണ്. ഇവിടെ കാർ പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ടാക്കി. അപ്പൊ അത് വീണ്ടും തളിർത്ത് വന്നു. എന്നിട്ട് ഇതാ നിറയെ മുട്ടിട്ട് നിൽക്കുവാണ്. അങ്ങനെ ഭയങ്കര രസമാണ്. റംബൂൺ ക്രീപ്പർ ഒരു സ്മെല്ലും ഉണ്ട്. നിറയെ ഒരു തണ്ടേ തന്നെ എന്തോ ഒരു മുട്ട ഉണ്ടാവുന്നറിയോ. അങ്ങ് ഒരു പൂ കൊട്ടാരമാണ് റംബൂൺ ക്രീപ്പർ വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്തോ ഒരു ഭംഗിയാ നോക്കിക്ക്. അങ്ങ് കണ്ണെടുക്കാൻ തോന്നത്തില്ല. അതുപോലെ ഒരു വെള്ളയും ഇങ്ങനത്തെ പിങ്കും കൂടി ഒന്നിച്ച് വിരിയും. അതാ ഇതിന്റെ ഡബിൾ ലെയർ ഉള്ളത് കൊണ്ട് നമ്മുടെ അടുത്ത് ഇങ്ങനത്തെ സിംഗിൾ ലെയർ പക്ഷെ നിറയെ ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പം ഇതൊക്കെ ആവശ്യമുള്ളവർ ഇതെല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞ നല്ല നല്ല ചെടികളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. നല്ല ഒത്തിരി കാലം നിൽക്കുന്ന പൂക്കളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന പോകാത്ത ചെടികൾ അങ്ങനത്തെയാണ്. കാറ്റ്സ്ക്ലോ മുഴുവൻ നമ്മുടെ ഓടയിലേക്ക് കയറി കിടപ്പുണ്ട്. ഇനിയിപ്പോ അത് വിരിഞ്ഞു കഴിയുമ്പോൾ ഒരു പൂ കൊട്ടാരമാകും ഇവിടെ കേട്ടോ. അതുപോലെ ഭംഗിയായിരിക്കും. ഒരു പൂ പന്തലാകും. ഞാൻ അന്നേരം അതിന്റെ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തരാം. അപ്പൊ ശരി, നമുക്ക് ഇനിയിപ്പോ ഉള്ളിലേക്ക് പോകാം. നമുക്ക് ഉള്ളിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇന്ന് കുറെ പാക്ക് ചെയ്യാനുണ്ട്, പുറത്തു പോകാനുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഈ മുറ്റം മുഴുവൻ ഞാൻ ഒരു 10 ട്രിപ്പ് അല്ലെങ്കിൽ 15 ട്രിപ്പ് നടക്കും കേട്ടോ. വട്ടത്തിൽ നടക്കും, വീണ്ടും ചുറ്റും. അപ്പൊ ഒരു ഏകദേശം 800 അല്ലെങ്കിൽ 1000 മീറ്റർ ഒക്കെ ഒറ്റ സ്ട്രെച്ച് നമുക്ക് നടക്കാൻ പറ്റും. അവിടെ നിന്ന് ഇങ്ങനെ അവിടെ ഡോഗിന്റെ കൂട് വരെ നടക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചിങ്ങനെ നടക്കും. പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ചെറിയ ഗേറ്റ് ഉണ്ട്, അങ്ങോട്ടേക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. അങ്ങോട്ടേക്ക് നടന്നു കയറും. ആ സ്റ്റെപ്പ് പിന്നെ ചാടി ചാടി ഇറങ്ങും. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ റൗണ്ട് അടിച്ചു പോയി വീണ്ടും ചുറ്റും തിരിച്ചു വരും കേട്ടോ. ചുറ്റും മതിൽ കെട്ടി ഉണ്ടേ. അപ്പൊ അങ്ങനെ ഈ കോമ്പൗണ്ടിൽ കൂടെ ഇങ്ങനെ നടക്കാൻ പറ്റൂ കേട്ടോ. അപ്പൊ ഞാൻ എന്തോരം ഏകദേശം നടക്കുന്നുണ്ടെന്നറിയോ. അങ്ങനെ 10 അല്ലെങ്കിൽ 15 അതാണ് എന്റെ ടാർഗറ്റ് ഈ സമയത്ത്. അങ്ങനെ നടക്കും. ഇന്ന് സമയമില്ലേ, നമുക്ക് പാക്ക് ചെയ്യണം. ചെടികൾ ഒത്തിരി പാക്ക് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് വീട്ടിൽ കയറി പോവാം. രാവിലെ പാൽച്ചായ കുടിച്ചു. ഇതിപ്പം ആപ്പിൾ സിഡർ വിനെഗർ ആണ്. വളരെ കുറച്ച് ഒഴിക്കാവുള്ളൂ കേട്ടോ. ഒത്തിരി ആപ്പിൾ സിഡർ വിനെഗർ ഒരു ദിവസം നമ്മൾ കഴിച്ചുകൂടാ. കാൽഷ്യം ഒക്കെ അബ്സോർവ് ചെയ്യുന്നതിനെയൊക്കെ ബാധിക്കും. വളരെ കുറച്ച്, ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 അടപ്പ് അല്ലെങ്കിൽ ഒരു 1/2 അടപ്പ് അത്രയൊക്കെ കേട്ടോ. അത്രയൊക്കെ ഞാൻ ഒഴിക്കത്തുള്ളൂ. അത് ഒഴിച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് ഹെൽത്ത് നന്നായിട്ടിരിക്കും. പിന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ കുടിക്കുന്നേ ഉള്ളൂ. അതങ്ങനെ, അതൊക്കെ മാറ്റി വെക്കട്ടെ. നമുക്ക് അത് ചെടികളുടെ സെക്ഷനൊക്കെ പാക്ക് ചെയ്യാം. ചിലർക്ക് ചെടികളും ആ കൂടെ വേറെ കുറച്ച് സാധനങ്ങളും വേണം. അപ്പൊ അങ്ങനത്തെ ഞാൻ ആദ്യം എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഈ കസ്റ്റമർ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന മില്ലറ്റ് 1 kg അതോടെ വെക്കാം. പിന്നെ ഇതുപോലത്തെ വുഡിന്റെ ഒരു ഗ്ലാസ്, എന്തെങ്കിലും പേനയോ പെൻസിലോ ഒക്കെ ഇട്ട് വെക്കാനും അങ്ങനത്തെ ഒരു ആന്റിക് കളക്ഷൻ ആയിട്ട് നമ്മൾ നല്ല ഭംഗിയുള്ളതാണ്. അപ്പൊ അത് പിന്നെ വെറ്റിവർ റൂട്ട് പൗഡർ. പിന്നെ അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന മരമുല്ലി അതുപോലെ കമേലിയാണ് കേട്ടോ. അപ്പൊ 2 ചെടികൾ നമുക്ക് സെപ്പറേറ്റ് പാക്ക് ചെയ്യണം. അതുകൊണ്ട് ഞാൻ 2 അഡ്രസ് എടുക്കും. എന്നിട്ട് ഇത് സെപ്പറേറ്റ്, കാരണം അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുകാർ സമ്മതിക്കത്തില്ല. അപ്പൊ ആ രീതിക്ക് നമുക്ക് പാക്ക് ചെയ്യാം.
പാക്കിങ്ങിന്റെ കൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം കേട്ടോ. ഞാൻ എന്റെ കാര്യങ്ങൾ പറയാം കേട്ടോ. ഒരു 30 വയസ്സ് മുതൽ 38 വയസ്സ് വരെയൊക്കെ എനിക്ക് നോ ഹറി നോ വറി ആയിരുന്നു കേട്ടോ. പ്രായമൊന്നും പെട്ടെന്ന് കൂടില്ല, ലുക്കൊന്നും മാറില്ല, പെട്ടെന്ന് എന്നൊരു കോൺഫിഡൻസ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ഒരു 38 കഴിഞ്ഞതോടെ ആ ധാരണ മാറി തുടങ്ങി. മുടി നരയ്ക്കുന്നു, ചുളിവുകൾ കൂടുതലാകുന്നു, ബോഡി കൂടുതൽ ഡ്രൈ ആകുന്നു, വയറ് ചാടാൻ തുടങ്ങിയിരിക്കുന്നു, ഒരു തൈക്കിളവി ലുക്കിലേക്ക് പതുക്കെ മാറാൻ തുടങ്ങുന്നു എന്ന് മനസ്സിലായപ്പോൾ സയന്റിഫിക്കലി എന്നൊക്കെ ചെയ്യാൻ പെട്ടെന്ന് ഏജ് പിടിക്കാതിരിക്കുക എന്നതായി ചിന്ത കേട്ടോ. ഞാൻ മെഡിക്കൽ ഫീൽഡിൽ ഉള്ള ഒരാളും കൂടി ആയതുകൊണ്ട് മെഡിക്കലി ഞാനിതൊക്കെ ചെയ്തതിന്റെ എക്സ്പ്ലനേഷൻ കൂടി പറഞ്ഞുതരാം. ഇനി കോട്ടയത്ത് നിന്നുള്ള നമ്മുടെ ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കോഞ്ചിയ 2 കോഞ്ചിയുടെ പൂക്കൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കാണിച്ചില്ലേ, എന്തൊരു ഭംഗിയാന്ന്. ഇത് കാറ്റ്സ് ക്ലോ മഞ്ഞ പൂക്കള് നമ്മുടെ ഇവിടെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, നിറയെ ഉണ്ട് കേട്ടോ. കാണിച്ചു തരാവേ ഞാൻ. ഇത് പിന്നെ നമ്മുടെ ലേഡി ഷൂ മഞ്ഞ കളർ കേട്ടോ, അടിപൊളിയാണ്. ഇങ്ങനെ തൂങ്ങി കിടക്കും, നല്ല ഭംഗിയുള്ളതാണ്. ഇത് ഗാർലിക് വൈന്റെ പ്രത്യേകത വയലറ്റ് പൂക്കൾ നിറയെ ഉണ്ടാകും. പിന്നെ ഇതിന്റെ ഇല നമ്മളിങ്ങനെ ഞരടി നോക്കിയിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി ക്രീപ്പർ എന്ന് അതിന് പേരുണ്ട്, വെളുത്തുള്ളിന്റെ മണമായിരിക്കും, അടിപൊളിയാണ്, നിറച്ചുണ്ടാവും പൂക്കള്. ഇത് പിന്നെ നമ്മുടെ റെൻബോൺ ക്രീപ്പർ ഇപ്പൊ നമ്മുടെ മുറ്റം നിറയെ വിരിഞ്ഞിട്ടുണ്ട്, ചെറിയൊരു മണവും ഉണ്ട്, പക്ഷെ അതിന്റെ ഭംഗി എന്ന് പറയുന്നത് അപാരമാണ് റെൻബോൺ ക്രീപ്പർ. പിന്നെ ഇത് മണിമുല്ല നമ്മുടെ വീണ്ടും ഓടയിലേക്ക് കയറി കിടപ്പുണ്ട് ഇഷ്ടം പോലെ. എല്ലാ കൊല്ലവും വിരിയുമ്പോൾ ഞാൻ എന്റെ വീഡിയോ എടുത്ത് കാണിക്കുന്നതാണ്. അതും ഒരു മണമുണ്ട്. അത് പിന്നെ ഒരു ലക്ഷക്കണക്കിന് പൂക്കൾ വിരിയും, അതാണ് മണിമുല്ല എന്ന് പറയുന്നത്. അങ്ങനെ അപ്പൊ ഇത്രയും സാധനമാണ് അവരാവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും ചെടികളാണ് അവരാവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഞാനൊന്ന് വൃത്തിയായിട്ടൊന്ന് പാക്ക് ചെയ്യട്ടെ. ഒന്നാമത്തെ കാര്യം ഞാൻ ചെയ്തത് കാർബോഹൈഡ്രേറ്റ് ഭക്ഷണത്തിൽ നിന്നൊരു ഹാഫ് പാർട്ട് കട്ട് ചെയ്തു. അതായത് ലോ ഗ്ലൈസീമിക് ഡയറ്റ് എന്ന ആശയം തുടങ്ങി. ഇനി ഇതിലെ സയൻസ് നമുക്കൊന്ന് നോക്കാം. എന്ത് ഭക്ഷണം നമ്മൾ കഴിച്ചാലും അത് ഫൈനലി ഷുഗർ രൂപത്തിലേക്കാകും. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്നൊരു പ്രതിഭാസം ഉണ്ട്. അതായത് നമ്മൾ അരി, ഗോതമ്പ്, മൈദ, ഷുഗർ, മുട്ടായി, ചോക്ലേറ്റ്, ചക്ക, കപ്പ, ചേന, ചേമ്പ് എന്തായിക്കോട്ടെ കഴിക്കുമ്പോൾ അത് ബ്ലഡിലെ ഷുഗർ ഉയരാൻ കാരണമാകും. അതോടെ ബ്രെയിൻ ഇൻസുലിൻ എന്ന ഹോർമോൺ ഉണ്ടാക്കിക്കോ എന്ന നിർദ്ദേശം കൊടുക്കും. ഈ ഇൻസുലിൻ എന്ന ഹോർമോണാണ് ബ്ലഡിലെ അധിക ഷുഗറിനെ അവിടെ വെച്ച് മൂവ് ചെയ്യിപ്പിച്ച് സെല്ലുകളിലേക്ക് മാറ്റുന്നത്. ബ്ലഡിൽ ഷുഗർ കൂടുന്ന അവസ്ഥയാണ് പ്രമേഹം. നമ്മുടെയൊക്കെ പാൻക്രിയാസ് ഗ്രന്ഥിയിലാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത് ശരീരത്തില്. ഇടയ്ക്കിടയ്ക്ക് കാർബോഹൈഡ്രേറ്റ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ ഓവർ കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ പിന്നെ ശരീരം ഇൻസുലിനോട് പ്രതികരിക്കാതെ ആകും. സെല്ലുകളിലേക്ക് ഷുഗർ മാറാനാകാതെ ബ്ലഡിൽ കൂടിയ അളവിൽ ഷുഗർ നിലനിൽക്കുകയും ഇത് ഗ്ലൈക്കേഷൻ എന്ന പ്രക്രിയ നടക്കാൻ കാരണമാകുകയും ചെയ്യും. ഇത് നമ്മുടെ കോശങ്ങളെയും DNA പെട്ടെന്ന് പ്രായക്കൂടുതലായ സ്ഥിതിയിലേക്ക് നയിക്കുന്നു. എന്നാൽ ഭക്ഷണത്തിലൂടെ രക്തത്തിൽ എത്തുന്ന പഞ്ചസാരയുടെ അളവ് കുറച്ചാൽ ദീർഘകാലം കോശങ്ങൾ എങ്ങായിട്ട് തുടരും. ഭക്ഷണം കഴിക്കണം, പക്ഷെ അളവ് പകുതിയാക്കുക. കാർബോഹൈഡ്രേറ്റ്, ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങൾ. അതാണ് ഞാൻ ആദ്യം ചെയ്ത ഒരു കാര്യം. ഈ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന 2 ചെടിയുണ്ട്, അതിവിടെ എടുത്തു വെച്ചു. പിന്നെതാ 4 തവി, പിന്നെ റെഡും പിങ്കും ലിപ്പാമ്, പിന്നെ ഫേസ് പാക്ക്, കസ്തൂരി മഞ്ഞള്, പിന്നെ നമ്മുടെ ലാർജ് സൈസ് 3 പാൻറ്റീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വയറ് നന്നായിട്ട് ഒതുങ്ങുന്ന ടൈപ്പ്. അപ്പൊ അത് പിന്നെ നമുക്ക് പിന്നെ ആവശ്യപ്പെട്ട ഹെയർ ഓയില്, പിന്നെ തേങ്ങാ കമ്പി 2 എണ്ണം, പിന്നെ ഗീ. ഇത്രയാണ്. ഇത്ര ഒന്ന് പാക്ക് ചെയ്യട്ടെ കേട്ടോ. തേങ്ങാ കമ്പി നമുക്ക് ആദ്യം സെപ്പറേറ്റ് ഒന്ന് പാക്ക് ചെയ്യണം. അതിന്റെ അരികെ ഭയങ്കര ഷാർപ്പ് ആയതുകൊണ്ട് അത് പിന്നെ എവിടെയും കുത്തി കയറി മുറിയാതിരിക്കാന്, നമ്മൾ പാക്ക് ചെയ്ത് വിടുന്നത് മുറിയാതിരിക്കാന്. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ വീണ്ടും തുടരാം. അപ്പോൾ എന്താണ് ഇനി സമാധാനത്തോടെ കഴിക്കുക? നേരത്തെ പറഞ്ഞതിന്റെ ബാലൻസ് ആണ്. അവിടെയാണ് മില്ലറ്റ്സ്, ഗീ, പയറുവർഗ്ഗങ്ങൾ, വെജിറ്റബിൾസ്, ഒലിവ് ഓയില്, വെളിച്ചെണ്ണ, അവോക്കാഡോ, നട്ട്സ് ഒക്കെ സഹായത്തിനെത്തുന്നത്. ഇവയൊക്കെ എനർജി നൽകുകയും എന്നാൽ രക്തത്തിലെ പഞ്ചസാര ഉയരാതെ സഹായിക്കുകയും ചെയ്യും. മില്ലറ്റ്സ്, ഗീ ഒക്കെ കഴിക്കുമ്പോൾ ഭക്ഷണം ദഹിച്ച് പഞ്ചസാര ബ്ലഡിലേക്ക് കലരുന്നത് വെരി സ്ലോ ആക്കും. പെട്ടെന്നൊരു ഷുഗർ സ്പൈക്ക് ഉണ്ടാകില്ല എന്ന് ചുരുക്കം. ഇതുകൂടാതെ പ്രോട്ടീൻ ഒഴിവാക്കാൻ പാടില്ല. അതിന് മില്ലറ്റ്സ് സഹായിക്കും. മുട്ട ഒരെണ്ണം എന്നും കഴിക്കാം, മീൻ കഴിക്കാം, ഇറച്ചി കഴിക്കാം, എല്ലാ അളവ് കുറച്ച് കഴിക്കുക എന്നതേ ഉള്ളൂ. മുട്ട ഒരെണ്ണം വെച്ച് നമുക്ക് കഴിക്കാം. എല്ലാ ദിവസവും ആപ്പിൾ സിഡർ വിനെഗർ 1/4 ടീസ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഞാൻ കുടിക്കാറുണ്ട്. ആദ്യം നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കാണിച്ചല്ലോ. എല്ലാ ദിവസവും ഞാൻ പറയുമ്പോ ഇപ്പൊ 1 മാസമൊക്കെ കണ്ടിന്യൂസ് നമ്മൾ ആപ്പിൾ സിഡർ വിനെഗർ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നാളങ്ങ് നിർത്തണം കേട്ടോ. പിന്നെ 1-2 മാസമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഇടയ്ക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ആ രീതിക്ക്, അല്ലാതെ കണ്ടിന്യൂസ് ലൈഫ് ലോങ് അങ്ങനെ എടുക്കാൻ നിൽക്കരുത്. അത് നമ്മുടെ കാൽസ്യം വലിച്ചെടുക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടും കാലുവേദന അങ്ങനത്തെയൊക്കെ തുടങ്ങാൻ കാരണമാകും. അതൊക്കെ സൂക്ഷിച്ചോണേ, ഒന്നും ഓവർ ആവരുത്.
അതായത് കാർബോഹൈഡ്രേറ്റും ഷുഗറും കുറച്ചിട്ട് നല്ല കൊഴുപ്പ് കിട്ടുന്ന സാധനങ്ങൾ കഴിക്കാൻ തുടങ്ങി എന്നർത്ഥം. ഇനി രണ്ടാമത്തെ സീക്രട്ട് പറയാം. ഡിന്നർ നേരത്തെ കഴിക്കാൻ തുടങ്ങി. എങ്ങനെ പോയാലും 7 മണി ആകുമ്പോഴേക്ക് ഫുഡ് കഴിക്കാം. അതും കാർബോഹൈഡ്രേറ്റ് കുറച്ച്, കറികളും സാലഡും കൂടുതൽ കഴിക്കുക. കൂടുതൽ സമയം വയർ ഒഴിഞ്ഞു കിടന്നാൽ അത് കോശങ്ങളെ പുനർജീവിപ്പിക്കാനുള്ള ഒരു വഴിയാകും. ഇതിലെ സയൻസ് നമുക്കൊന്ന് നോക്കാം. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇതിൽ എന്താ സംഭവിക്കുക എന്നോ, ഓട്ടോഫേജിയ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതായത് ദീർഘനേരം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോൾ ശരീരം അതിന്റെ ഊർജത്തിനായി കോശങ്ങളിലെ കേടായ ഭാഗങ്ങളെയും മാലിന്യങ്ങളെയും സ്വയം ഭക്ഷിച്ചു തുടങ്ങും. ഒരു തരം ഇന്റേണൽ ക്ലീനിങ് എന്ന് ഇതിന് പറയാം. നമ്മൾ നേരത്തെ ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഷുഗർ ബ്ലഡിൽ കിട്ടുന്നില്ലല്ലോ. അപ്പൊ രാത്രി മുഴുവൻ കോശങ്ങൾക്ക് വർക്ക് ചെയ്യാനുണ്ട്, റിപ്പയർ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ എനർജിക്ക് വേണ്ടി ഈ ഓട്ടോഫേജിയ എന്ന് പറയുന്ന പ്രോസസ്സ് സ്വയം കോശങ്ങളെ തിന്ന് എനർജി നേടിക്കൊള്ളും. അതോടെ സെൽ ക്ലീൻ ആകും. നൈറ്റ് ഡ്യൂട്ടിയും സെല്ലുകളുടെ നടക്കുകയും ചെയ്യും. നമ്മുടെ സെല്ലുകൾ ക്ലീൻ ആകും. അതാണ് ഒരു പ്രോസസ്സ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കണമെന്ന് ഡോക്ടർമാരൊക്കെ പറയുന്നത്. 12 മുതൽ 16 മണിക്കൂർ വരെയൊക്കെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവരുണ്ട്. എന്നെ കൊണ്ട് അതൊന്നും പറ്റത്തില്ല കേട്ടോ. ഓവർ ഫാറ്റ് ഇല്ലാതെ അവരുടെ ശരീരം സൂപ്പർ ആയിട്ട് ഇരിക്കും, ശരിയാണ്. പക്ഷെ കഴിക്കുന്ന സമയത്ത് നല്ല കൊഴുപ്പും വേണ്ട വിറ്റാമിൻ മിനറലൊക്കെ കിട്ടുന്ന ഫുഡ് കഴിക്കണം എന്ന് മാത്രം. എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന ഐഡിയ നേരത്തെ ഭക്ഷണം കഴിക്കും. അപ്പൊ രാത്രി ഒരു 12 മണിക്കൂർ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. ഓട്ടോഫേജി നടന്നോട്ടെ എന്നോർത്ത് 16 മണിക്കൂർ പട്ടിണി കിടന്നിട്ട് ഒരു ചപ്പാത്തിയുടെ അരികം കടിച്ചു വലിച്ച് തിന്ന് ഒരു ഹെവി വർക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുഗർ താണ് ചത്തുപോകും, വൈറ്റമിൻ ഡി കുറച്ച് ചത്തുപോകും. അതൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടോ. കഴിക്കുമ്പോൾ നല്ല കൊഴുപ്പ് കിട്ടുന്ന സാധനങ്ങളും വിറ്റാമിനും മിനറലും ഞാൻ തന്നെ എപ്പോഴും കാണിക്കുന്നുണ്ട് നിങ്ങളെ. പലപ്പോഴും ഞാൻ നട്ട്സ് കഴിക്കുന്ന ഫുഡിന്റെ കൂടെ നട്ട്സും വലിയ ഷുഗർ ഇല്ലാത്ത വിധത്തിൽ പേരയ്ക്കയും അങ്ങനെയല്ല ഒരു ആപ്പിളിന്റെ പീസും അങ്ങനെയൊക്കെ ഞാൻ കഴിക്കുന്നത് നിങ്ങളെ കാണിക്കാറുണ്ടല്ലോ. പിന്നെ ഓൾവേസ് നമ്മൾ ഭക്ഷണം കഴിച്ച് ശരീരത്തിന് ഇങ്ങനെ ഭക്ഷണം ദഹിപ്പിക്കാനുള്ള വർക്ക് ലോഡ് കൊടുക്കാതിരിക്കുവാണെങ്കിൽ വേറെ ഒരു നല്ല ഗുണം കൂടി ശരീരത്തിൽ നടക്കുന്നുണ്ട്, ബ്രെയിനിൽ നടക്കുന്നുണ്ട്. അതെന്താന്നുള്ള സയൻസ് കൂടി ഞാൻ പറഞ്ഞുതരാം. അടുത്ത് നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടത് കറി മഞ്ഞള്, അതുപോലെ കുടംപുളി, ബോഡി മോയ്സ്ചർ, ഗീ. ഇത്തരത്തില് ഫാസ്റ്റിംഗിൽ കൂടി ശരീരത്തിന് ദഹന പ്രക്രിയ എന്ന വർക്ക് ലോഡിന് വിശ്രമം നൽകുന്നതോടെ തലച്ചോറിൽ BDNF എന്ന പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതായത് ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ. ഇത് പുതിയ നാഡീകോശങ്ങൾ ഉണ്ടാക്കാനും ശ്രദ്ധയും ബുദ്ധിശക്തിയും കൂട്ടാനും സഹായിക്കും. മൂന്നാമതായി ഞാൻ എടുത്ത ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഹോസ്റ്റലൊക്കെ നിൽക്കുമ്പോൾ എല്ലാ പിള്ളേരും പറയേ ബിന്ദുവിനെ എപ്പോ കണ്ടിട്ടുണ്ടെങ്കിലും കയ്യിലൊരു കുപ്പി ഉണ്ടാവുമെന്ന്. ഞാൻ എപ്പോഴും അതിൽ വെള്ളം എടുത്തുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കാന്നല്ല ഉള്ളതല്ല. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ കൂടുമ്പോൾ നമ്മൾ ഒരു 2 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ആ രീതിക്ക് കുടിക്കാം. എപ്പോഴും ഇങ്ങനെ സിപ്പ് ചെയ്ത് കുടിച്ചോണ്ടിരിക്കുന്നത് നല്ലതല്ല. നമ്മുടെ സോഡിയം ഒക്കെ കുറഞ്ഞു പോകും. അതല്ല നല്ല മാർഗം. ഇങ്ങനെ 1 മണിക്കൂർ 2 മണിക്കൂർ കൂടുമ്പോൾ 1 ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം അറ്റ് ടൈം കുടിക്കുക. പിന്നെ 2 മണിക്കൂർ. നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടത് ബ്യൂട്ടി ഓയിലും ബോഡി മോയ്സ്ചറുമാണ്. പാക്കേട്ടെ. അടുത്തത് പിന്നെ ഞാൻ എടുത്തൊരു ടെക്നിക്ക്, കരിഞ്ജീരകം ആശാളിയരി വറുത്ത് വെച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ വെച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിക്കാൻ തുടങ്ങി. അതും നമുക്ക് ഒരുപാട് വിറ്റാമിനും മിനറൽസും ഒക്കെ കിട്ടുകയും ചെയ്യും. നമ്മുടെ കസ്റ്റമർക്ക് വേണ്ട ആശാളിയരി, കരിഞ്ജീരകം, ഗരം മസാല, അതുപോലെ മില്ലറ്റ്സ് 1 kg. അഞ്ചാമത് ഞാൻ എടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരു ഹാഫ് ലെമൺ എങ്കിലും 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞിട്ട് ഇളം ചൂടോടെ കുടിക്കാൻ തുടങ്ങി. ആറാമത് ഞാൻ എടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സസൈസ് ആണ്. ആഴ്ചയിൽ 4 ദിവസം എങ്കിലും എക്സസൈസ്, അതൊരു 50 മിനിറ്റ് എങ്കിലും ചെയ്യാൻ തുടങ്ങി. ഞാൻ അതിന്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു തരം കാർഡിയോ എക്സസൈസ് ആണ്. ഫിഗറോബിക് എന്ന് പറയുന്ന ചൈനീസ് എക്സസൈസ് ആണ് ഞാൻ ചെയ്യുന്നത്. ഒരുപാട് നല്ലതാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും അതിന്റെ ഗുണം കിട്ടുകയും ചെയ്യും. എന്നാൽ ഒരു കാർഡിയോയുടെ എഫക്റ്റും കിട്ടും. നന്നായിട്ട് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ഒന്ന് ഉരുക്കി കിട്ടുകയും ചെയ്യും. അത് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ എടുത്ത അടുത്ത ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടിക്ക് ഇടയ്ക്കും കേസില്ലാത്ത സമയത്തൊക്കെ വലിയൊരു വീട് പോലെയാണ് നമ്മുടെ ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത്. അതിനകത്തോട്ട് ഒത്തിരി സ്പേസ് ഉണ്ട്. ഞാനിപ്പോ ഇവിടെ മുറ്റത്തോടെ നടക്കുന്ന അത്രയും സ്പേസ് നമുക്ക് അകത്ത് തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും വട്ടത്തിലും നീളത്തിലും ഇങ്ങനെ നടക്കും കേട്ടോ. തിരിച്ച് ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം എല്ലാവരും തന്നെ നീളം വരാന്തകളാണ്. അപ്പൊ അതിലിങ്ങനെ ഭയങ്കരമായിട്ട് നടക്കും. ശരിക്കും പറഞ്ഞാൽ 10,000 ചുവടുകൾ നമ്മൾ ഒരു ദിവസം എങ്കിലും നടക്കണം എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഇത് രക്തയോട്ടം കൂടും, ഹൃദയത്തിന്റെ ആരോഗ്യം കൂട്ടും. ഏഴാമതായിട്ട് ഞാൻ എടുത്ത ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ശരീരത്തിലെ മാലിന്യങ്ങൾ ഒഴുകി കളയുന്ന സിസ്റ്റമാണ് ലിംഫാറ്റിക് സിസ്റ്റം. ഇത് ശരിയായ രീതിയിൽ ആക്റ്റീവ് ആകണമെങ്കിൽ ചലനങ്ങൾ വേണം. അല്ലാതെ ഹൃദയം പമ്പ് ചെയ്യും പോലെ ലിംഫാറ്റിക് സിസ്റ്റത്തിന് പമ്പ് സിസ്റ്റം ഇല്ല. അപ്പൊ നമ്മൾ നടക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. നടത്തത്തിലൂടെ പേശികളുടെ ചലനത്തിലൂടെയും മാത്രമേ ലിംഫ് ദ്രാവകം ശരീരത്തിലൂടെ ഒഴുകുകയുള്ളൂ. അതായത് ചുരുക്കി പറഞ്ഞാൽ നടന്നാൽ എക്സസൈസ് ചെയ്താലും ശരീരം വിഷമുക്തമാകും എന്ന് ചുരുക്കം. മാലിന്യങ്ങൾ ഒഴുകി മാറും എന്നർത്ഥം.
എട്ടാമത്തെ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പ് എന്നുള്ളതാണ് കേട്ടോ. രാവിലെ ഇന്ന് മുറ്റത്തൂടി നടക്കുമ്പോൾ കിട്ടുന്ന തണുപ്പ്, പിന്നെ വീട്ടിൽ കയറി വന്നിട്ട് ചൂടുവെള്ളം കുടിക്കും, അപ്പോൾ ശരീരം പെട്ടെന്ന് ചൂടാകും. അതൊരു ടെക്നിക്കാണേ. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന വയനാടൻ വടകാണ്. ഇതിന്റെ സെയിൽ നമുക്കുണ്ട് കേട്ടോ. നല്ല രസമാണ്. കുറച്ച് വെളിച്ചെണ്ണയിൽ പപ്പടമൊക്കെ വെറുക്കും പോലെ നമുക്കിങ്ങ് വറുത്തെടുക്കാം. ഒരു മീഡിയം തീയിൽ വെക്കുക, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ജസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ട് ഇത് അതുപോലെ ഇങ്ങനെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വറുത്തെടുക്കൂലേ, ആ രീതിക്ക് ചിപ്സ് എന്തെങ്കിലും വറുത്തെടുക്കൂലേ, അങ്ങനെ ആ ഒരു രീതിക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ചോറിന്റെ ഒക്കെ കൂടെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ അവരാവശ്യപ്പെട്ടിരിക്കുന്ന ലിപ്പാം പിങ്ക്, പിന്നെ ഒരു പാൻറ്റീസ്, പിന്നെ നല്ല ഭംഗിയുള്ള ഒരു ഏപ്രൺ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതും എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ജീൻസിന്റെ കട്ടിയുള്ള ഭംഗിയുള്ള ഏപ്രൺ ആണ്, അതും എടുത്തിട്ടുണ്ട്. പിന്നെ 3 മൈക്രോ ഫൈബർ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം കളർ എടുത്തേക്കുന്നത്. 3 മൈക്രോ ഫൈബർ, 1 2 3 മൈക്രോ ഫൈബർ. അപ്പൊ ഇതെല്ലാം കൂടി നമുക്കൊന്ന് പാക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, മുറ്റത്ത് തണുപ്പിൽ കൂടി കുറെ നേരം നടന്നിട്ട് തിരിച്ചു കയറി വരുമ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കാം. ഇത്തരത്തിൽ തണുപ്പും ചൂടും മാറി മാറി പെട്ടെന്ന് കിട്ടുന്നത് കോശങ്ങളുടെ സമ്മർദ്ദം കൂട്ടുകയും അത് ആക്റ്റീവ് ആകാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതായത് തണുപ്പ് ശരീരത്തിലെ ബ്രൗൺ ഫാറ്റിനെ ഉത്തേജിപ്പിക്കും. ഇത് കലോറി പെട്ടെന്ന് കത്തിച്ച് കളയാൻ സഹായിക്കുന്നു. അതായത് ശരീരത്തിൽ അനാവശ്യമായി അടിഞ്ഞുകൂടിയിരിക്കുന്ന ഫാറ്റാണ് ബ്രൗൺ ഫാറ്റ് എന്ന് ഞാൻ പറഞ്ഞത്. കുറച്ച് തണുപ്പ് കിട്ടുമ്പോൾ ശരീരത്തിൽ ഡോപാമിൻ ഹോർമോൺ കൂടുതൽ ഉണ്ടാകുന്നു എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഇത് നമ്മുടെ ഉന്മേഷം വർദ്ധിപ്പിക്കുകയും കൂടാതെ ഡിപ്രഷൻ കുറയ്ക്കുകയും ചെയ്യും. അപ്പൊ തണുപ്പും ചൂടും അങ്ങനെ മാറി മാറി കിട്ടുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ നല്ലത് തന്നെയാണ്. ഇങ്ങനെ തണുപ്പ് വന്നിട്ട് പെട്ടെന്ന് കുറച്ച് ചൂട് കഴിക്കുകയോ കുടിക്കുകയോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷനും കൂടും. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ ചില പ്രത്യേക പ്രോട്ടീൻസ് ഒക്കെ ശരീരം ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്മോൾ HSPS എന്ന് പറയുന്നത്, HSPS 70 ഉണ്ട്, HSP 90 ഉണ്ട്. അങ്ങനെ ചിലതരം പ്രോട്ടീനുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടും. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ചൂട് തണുപ്പ് നൽകുന്നത് ശരീരത്തിന് ഒരു പുനർജന്മം നൽകുന്നത് പോലെയാണെന്ന് അർത്ഥം. ഇനി 10ാമതായിട്ട് ഞാൻ എടുത്തൊരു ട്രിക്ക് എന്ന് പറയുന്നത് എക്സസൈസ് തന്നെയാണ് കേട്ടോ. പ്രായം കൂടുന്തോറും ശരീരത്തിലെ പേശികൾ കുറഞ്ഞു വരും. ഇതിനെ മെഡിക്കലി സാർക്കോപീനിയ എന്ന് അങ്ങനെ വിളിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. പേശികൾക്ക് ബലം നൽകുന്ന വ്യായാമങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു 30 വയസ്സ് കഴിയുമ്പോൾ മുതൽ നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ശരീരത്തിൽ കൂടുതൽ പേശികൾ ഉണ്ടെങ്കിൽ നമ്മൾ വിശ്രമിക്കുമ്പോൾ പോലും ശരീരം കൂടുതൽ കലോറി ദഹിപ്പിക്കും. ഇത് അമിതവണ്ണവും പ്രമേഹവും കുറയ്ക്കും. അതായത് നമുക്ക് പേശികൾ കൂടുതൽ വേണം, അതായത് മസിൽ ബിൽഡ് ചെയ്യണം. അതിനുള്ള എക്സസൈസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ശരീരത്തിലെ കോശങ്ങളുടെ ഊർജ്ജ നിലയങ്ങളാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. എക്സസൈസ് ചെയ്യുമ്പോൾ ഇവയുടെ എണ്ണം വർദ്ധിക്കും. അതോടെ എപ്പോഴും ഉന്മേഷം, ഊർജ്ജസ്വലത നിലനിൽക്കുകയും ചെയ്യും. അതാണ് എക്സസൈസിന്റെ ഒരു ഗുണം. 11ാമതായി ഞാൻ എടുക്കാൻ ശ്രമിക്കുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്ന ഉറക്കമാണ്. അതെനിക്ക് അത്രയും കംപ്ലീറ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എപ്പോഴും കേസ് വരും, നമ്മൾ പോകേണ്ടി വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ ഞാൻ തിരിച്ചു വന്നേ പിന്നെ ജോലിയൊക്കെ നിർത്തി ഇവിടെ വന്നേ പിന്നെ ഞാൻ മാക്സിമം അത് ശ്രദ്ധിക്കാറുണ്ട്, കൂടുതൽ ഉറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മുടെ ശരീരം കേടുപാടുകൾ തീർക്കുന്നതും പുതിയ കോശങ്ങൾ നിർമ്മിക്കുന്നതും ആഴത്തിൽ ഉറങ്ങുമ്പോൾ മാത്രമാണ്. ഗ്ലിംഫാറ്റിക് സിസ്റ്റം എന്നൊരു സിസ്റ്റം ഉണ്ട്. അതായത് റീസെന്റ് ആയി കണ്ടുപിടിക്കപ്പെട്ട ഒരു സിസ്റ്റമാണ് ഗ്ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ആഴത്തിൽ ഉറങ്ങുമ്പോൾ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണത്. അതായത് തലച്ചോറിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യപ്പെടുന്ന സിസ്റ്റം. അതായത് അക്വപ്രോട്ടീൻ 4 എന്ന വാട്ടർ ചാനലിലൂടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡും ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡും അതായത് ISF എന്ന് പറയുന്നത് ഒക്കെ കൂടി ചേർന്ന് അംലോയിഡ് ബെറ്റ പോലെയുള്ള വേസ്റ്റ് റിമൂവ് ആക്കണമെങ്കിൽ ഡീപ്പ് സ്ലീപ്പ് വേണമെന്ന്. ഇതൊക്കെയാണ് അതിന്റെ ഒരു സയൻസ്. ഇല്ലെങ്കിൽ ഓർമ്മക്കുറവ്, ബ്രെയിൻ ഫോഗ് ഒക്കെ ഉണ്ടാകും എന്നർത്ഥം. അപ്പൊ ഗ്രോത്ത് ഹോർമോൺ മുതൽ വിശപ്പിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ വരെ ഉറക്കത്തിലാണ് ഉണ്ടാകുന്നത്. സോ ഉറക്കം വളരെ പ്രധാനമാണ്. ഉറങ്ങാൻ നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന തണുപ്പുള്ള മുറിയിൽ ഉറങ്ങാൻ കിടക്കുക, മാക്സിമം ഇരുട്ട് ഉറപ്പാക്കുക. റൂമിൽ ഉറങ്ങുന്ന ഭാഗത്തെങ്കിലും നമ്മൾ ഫുൾ ഇരുട്ടാക്കുക എന്നുള്ള 7 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ ഉറങ്ങണം. എന്തോ ഒരു കൂടുതൽ ഉറങ്ങുന്നു അത്രയും നല്ലതാണ്. പക്ഷെ ഒരു പരിധിക്കുള്ള ഒരു 12 മണിക്കൂർ അതിൽ കൂടുതലൊന്നും നമ്മൾ ഉറങ്ങേണ്ട ആവശ്യമില്ല. അത് വീണ്ടും തലവേദനയൊക്കെ ഉണ്ടാക്കാനും കാരണമാകും, ക്ഷീണം കൂട്ടത്തേ ഉള്ളൂ. അപ്പൊ ഒരു 7 മുതൽ ഒരു 10-11 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങാൻ കിട്ടുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. 12ാമതായി ഞാൻ എടുത്ത ഒരു ട്രിക്ക് എന്ന് പറയുന്നത് മാക്സിമം മേക്കപ്പ് പ്രൊഡക്റ്റ്
പ്രൊഡക്ട്സ് ഒഴിവാക്കി നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ തന്നെ വിവാക്സ് മോയ്സ്ചർ, ലിപ് ബാം ഒക്കെ ഉദാഹരണമാണ്. കസ്തൂരി മഞ്ഞൾ, രക്തശാലി ഫേസ് പാക്ക്, ഫേസ് വാഷ് പൗഡർ ഒക്കെ നമ്മളുടെ തന്നെ പ്രൊഡക്റ്റുകളുണ്ട്. അപ്പൊ ഇതുപോലെ എന്താ പറയാ, ചെറുപ്പം മുതലേ ഞാൻ മുഖത്ത് ഉപയോഗിക്കുന്ന സാധനമാണ് കസ്തൂരി മഞ്ഞൾ. അതുപോലെ പിന്നെ നമ്മൾ പുതുതായിട്ട് ഓരോരോ പ്രൊഡക്റ്റുകൾ സേഫ് ആയിട്ടുള്ളത് കിട്ടുമ്പോൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ, വെജിറ്റബിൾസ് ഒക്കെ അരച്ച് മുഖത്തിടുക, ആ ഒരു രീതിയിൽ പൊള്ളാത്തൊക്കെ കേട്ടോ, ലെമണൊന്നും നമ്മൾ മുഖത്ത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ട്രിക്കുകളിൽ കൂടി നമുക്ക് ഒത്തിരി കെമിക്കൽ ചേർന്ന മേക്കപ്പ് സാധനങ്ങൾ ഏറ്റവും നമ്മുടെ ശരീരത്തെ മൊത്തം കുറയ്ക്കുക. ഇപ്പൊ പിന്നെ നമുക്ക് പറയണ്ട, നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം കെമിക്കൽ ഫ്രീ ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട്, സോപ്പ് ഒഴിച്ച് ബാക്കി എല്ലാ പ്രൊഡക്റ്റുകളും കെമിക്കൽ ഫ്രീ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനമായിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന ലിപ് ബാം ആയിക്കോട്ടെ, നമ്മൾ ബോഡിയിൽ തേക്കുന്ന ബോഡി മോയ്സ്ചർ ആയിക്കോട്ടെ, മുഖത്ത് ഉപയോഗിക്കുന്ന ബ്യൂട്ടി ഓയിൽ ആയിക്കോട്ടെ, എല്ലാം നമ്മുടെ സൗന്ദര്യം കൂട്ടി കൊണ്ടുവരും. തിളക്കവും ചുളിവും കുറയും, തിളക്കവും കൂടും. ആ ഒരു ടീനേജ് ഏജിലേക്ക് നമ്മൾ തിരിച്ചു നടക്കുവാണോ നമുക്ക് കാണുന്നവർക്കും നമുക്ക് സംശയം. അടുത്ത് നമ്മുടെ ബ്യൂട്ടിഫുൾ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹണിയാണ്, കാട്ടുതേനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അടിപൊളിയാണ് കേട്ടോ. അപ്പൊ അതൊന്ന് പാക്ക് ചെയ്യട്ടെ. അടുത്ത് നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന റൗണ്ട് ഷേപ്പുള്ള 34ന്റെ ബ്രായും അതുപോലെ ഹെവി പാഡഡ് ആയിട്ടുള്ള 34ന്റെ ബ്രായും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കൂടെ കസ്തൂരി മഞ്ഞളും അതുപോലെ തന്നെ ബ്യൂട്ടി ഓയിലും ബോഡി മോയ്സ്ചറും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കൂടെ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതുപോലെ മെറ്റലിന്റെ നല്ല ഭംഗിയുള്ള ഒരു മാല കൂടിയാണ് കേട്ടോ, ഒരു ട്രെൻഡി നെക്ലേസ് പോലെയുള്ള. അപ്പൊ അതും കൂടി നമുക്കൊന്ന് പാക്ക് ചെയ്യാം. നമ്മുടെ ടുട്ടുക്കുഞ്ഞാണെങ്കിൽ ഡേ ബൈ ഡേ പുതിയ കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ അതിവിടെ അങ്ങ് എന്താ പറയാ, നമ്മളോട് കൂടുതൽ അറ്റാച്ച്മെന്റും കൂടുതൽ എല്ലാ കാര്യങ്ങളും അറിയണം എന്നുള്ള ആദ്യത്തെ അതിന്റെ ആ ഒരു പേടിയും ആ ഒരു ഫിയർ ഒക്കെ ഉണ്ടായിരുന്നു ആദ്യം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം അങ്ങ് മാറി തുടങ്ങി. ഇത് ചെറിയ പ്രായമാണ് കേട്ടോ, കുഞ്ഞരുമ്പ് പക്ഷി കുഞ്ഞാർന്നപ്പോ നമ്മൾ കൊണ്ടുവന്നേക്കണേ. ഇതിപ്പോ ഒരു 3-4 മാസേ ആയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇതൊക്കെ പിന്നെ ഒത്തിരി ആയുസില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് സങ്കടം തോന്നി ഇടയ്ക്ക്. നിങ്ങളെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഉമ്മ തരുന്നു, നമ്മളോട് കൊഞ്ചുന്നോ പറയുന്നോ സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ പാവം തോന്നൂട്ടോ. എത്ര നാള് ഈ സന്തോഷം നമുക്ക് തരൂര്, അങ്ങനെയുള്ള ചിന്ത വരും കേട്ടോ. അങ്ങനെ നമ്മൾ കൂടുതൽ ആലോചിച്ചാൽ നമുക്ക് ഭയങ്കര വിഷമം കയറും കേട്ടോ. അങ്ങനെയാണ്. എന്നാലും ഇത് കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി കേട്ടോ. അങ്ങനെ കുറച്ചൊക്കെ ഇത് സമാധാനത്തോടെ ഇങ്ങനെ പറക്കാൻ ഞാൻ വിടും കേട്ടോ. ഇനി അടുത്ത് നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന 1 kg കുടംപുളിയാണ് കേട്ടോ, വയനാടൻ കുടംപുളി. അപ്പൊ അത് പാക്ക് ചെയ്യട്ടെ. എവിടെയാണേലും നമ്മൾ ചുറ്റിപ്പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് പറക്കാന്നല്ലാതെ അതിന് ദൂരേക്കും പോണ്ട, ഒന്നും പോണ്ട. ഈ ഹാള് മൊത്തം ഇങ്ങനെ ഓപ്പൺ ആയതുകൊണ്ട് വേണമെങ്കിൽ അതിന് എല്ലായിടത്തോടെ പറന്നു പോകാം. അതൊന്നും അതിന് താല്പര്യമില്ല. അത് വീണ്ടും അത് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് തന്നെ വന്നിരിക്കും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഭയങ്കര ഒബ്സർവേഷൻ, ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെയാന്നൊക്കെ ഉള്ളത് ഭയങ്കര രസമാണ് കേട്ടോ. ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്ക് വേഗം ഇതിനെ തിരക്കിട്ടത് ഭക്ഷണം കഴിക്കലായി, വെള്ളം കുടിക്കലായി, അങ്ങനെയാട്ടോ. ഇപ്പൊ ഒരു 3 മണി മുതൽ ഇത് അങ്ങ് ഗ്രൂമിങ് ഒക്കെ നിർത്തി പിന്നെ ഇതിന് ഉറങ്ങാനുള്ള സെറ്റപ്പ് ആക്കിയോ, അമ്മയല്ലിക്ക് എല്ലാം റെഡി ആക്കിയോണ്ട് തൊപ്പിയൊക്കെ റെഡി ആണോ, അങ്ങനെ ഒരു വെപ്രാളം കാണിക്കാൻ തുടങ്ങും കേട്ടോ. പിന്നെ തോളത്തുനിന്ന് ഇറങ്ങി പതുക്കെ നമ്മുടെ ടോപ്പിന്റെ താഴെ ആ ഈ ഒരു കഷത്തിന്റെ ഒക്കെ താഴെ ആ ഭാഗത്തായിട്ട് ഇങ്ങനെ കൂടുകൂട്ടാനിരിക്കുക, എനിക്കിനിയിപ്പം ഇങ്ങനെ ഇരുന്നാ മതി, ആ ഒരു രീതി കാണിക്കാൻ തുടങ്ങുവേ. ഇനി അടുത്ത കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന പപ്പായയുടെ സോപ്പും ബ്യൂട്ടി ഓയിലും ആണേ. ഇനി അടുത്ത് നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന 34ന്റെ 2 റൗണ്ട് ഷേപ്പുള്ള ബ്രായ, അത് പാക്ക് ചെയ്യട്ടെ. മുഖത്ത് കെമിക്കൽ ചേർന്ന ഫേസ് വാഷ് ഉപയോഗിക്കാതെ ഇതുപോലത്തെ നാച്ചുറൽ ആയിട്ടുള്ള പൗഡർ ഉപയോഗിക്കുന്ന ഒത്തിരി നല്ലതാണ്. നമ്മൾ പണ്ട് പോലെ ചെറുപയർ പൊടിയും കടലമാവിന്റെ പൊടി അങ്ങനെയൊക്കെ യൂസ് ചെയ്യില്ല. പക്ഷെ ഇത് ഞാൻ ചെറുപയർ പൊടിയും കടലമാവും ഒന്നും അല്ല ഉപയോഗിച്ചിട്ടുള്ളത്. അതിലൊക്കെ ഉപരി ഭയങ്കര നല്ല ആയുർവേദ മരുന്നുകൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. 10+ ആയുർവേദ മരുന്നുകൾ ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെയുള്ളതാണ്. അതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂട്ടോ. ഒത്തിരി ഡെഡ് സ്കിന്നൊക്കെ പോയി നല്ലൊരു ഗ്ലോ ആകും നമ്മുടെ മുഖം. ഒത്തിരി ഫോഴ്സ്ഫുള്ളി നമ്മൾ ഒരിക്കലും മുഖം എന്താ പറയാ സ്ക്രബ് ചെയ്യരുതേ ഫേസ് വാഷ് ഉപയോഗിച്ച്. വളരെ ജെന്റിലായിട്ട് കേട്ടോ. എന്നിട്ട് രാത്രി സന്ധ്യയ്ക്ക് ആകുമ്പോഴൊക്കെ തേച്ചൊന്ന് മസാജ് ഒക്കെ ചെയ്ത് വേണമെങ്കിൽ ബ്യൂട്ടി ഓയിൽ തേച്ചിട്ട് കിടക്കാം, കുഴപ്പമൊന്നുമില്ല. പിറ്റേ ദിവസം കഴുകി കളഞ്ഞാൽ മതി, ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെ കസ്തൂരി മഞ്ഞൾ ഫേസ് പാക്ക് മുഖത്തിട്ടാൽ ഉറപ്പായിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളയണേ. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. അപ്പൊ എനിക്ക് കുറച്ച് ചൂടുവെള്ളം കുടിക്കണം, ആ കൂടെ എന്തെങ്കിലും കഴിക്കണം. ചേമ്പ് പുഴുങ്ങിയതിരിപ്പുണ്ട് കേട്ടോ. പിന്നെ മീൻകറി ഉണ്ട്, മത്തിക്കറി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും കൂടി കഴിക്കാൻ ഞാനിങ്ങനെ പ്ലാൻ ഇടുക. അപ്പൊ ഇനി കഴിച്ചിട്ട് ബാക്കി കൊണ്ടുവന്ന് ഇനി ഇതുപോലെ 2 സെക്ഷനോടെ പാക്ക് ചെയ്യാനുണ്ടാവും. അപ്പൊ അതും കൂടി പാക്ക് ചെയ്തിട്ട് പെട്ടെന്ന് കൊടുത്തു വിടണം. അപ്പൊ ഞാൻ കഴിക്കട്ടെ. ഞാൻ ഇനി ഇപ്പൊ വീഡിയോ ഷൂട്ട് ചെയ്ത് നിർത്തുവാണ്. ഏകദേശം ഇങ്ങനത്തെ സാധനങ്ങൾ തന്നെയാണ് അടുത്ത കസ്റ്റമേഴ്സ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. 1-2 കമ്മലും ആഭരണങ്ങളും ഒക്കെ ഉണ്ട്. അത് പിന്നെ ഞാൻ സെപ്പറേറ്റ് അല്ലാതെ തന്നെ ഇനി കമ്മലിന്റെ ഒത്തിരി വെറൈറ്റികൾ നിങ്ങളെ കാണിക്കാനുണ്ട്. അപ്പൊ ഞാൻ കാണിക്കുമ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ, ഭയങ്കരമായിട്ട് വിശക്കും എനിക്ക്. അപ്പൊ അങ്ങനെ അത് എന്നിട്ട് കഴിച്ചിട്ട് വേഗം 2 സെറ്റോടെ പാക്ക് ചെയ്യാനുള്ളതും കൂടി പാക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കൊറിയറിൽ പോകും. പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ചു പോരും. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇപ്പൊ ഇവിടെ നിർത്തുവാണ് കേട്ടോ. ഇനി പറ്റിയാൽ പോയിട്ട് വന്നിട്ട് കാണാം.